പക്ഷെ കുട്ടൻ തമ്പുരാനെ കടഞ്ഞെടുത്ത ഒരു പ്രതിഭ. പക്ഷേ ഹരൻ സാറ്, ഹരിഹരൻ, മനോജിൽ നിന്ന് ഒരു ശില്പി ഒരു കല്ലിൽ നിന്ന് വലിയൊരു അത്ഭുതം മെനഞ്ഞെടുക്കുന്ന പോലെ മനോജ് എന്ന് പറഞ്ഞ ഒരു നടനിൽ നിന്ന് ഒരു കഥാപാത്രത്തെ ഇങ്ങനെ ഉണ്ടാക്കിയായിരുന്നു. ഹരിഹരനെ പോലും ഒന്നും മറക്കാൻ പറ്റുന്നില്ല. ഹരിഹരൻ എത്രയോ വർഷം കഴിഞ്ഞു, ഒരുപാട് സിനിമകൾ അദ്ദേഹം വീണ്ടും ചെയ്തു, പഴശ്ശിരാജ പോലുള്ള. പക്ഷേ എങ്കിലും കുട്ടൻ തമ്പുരാനെയും മനോജിനെയും ഹരിഹരൻ സാറിന് മറക്കാൻ പറ്റുന്നില്ല. സർഗത്തിലെ കുട്ടൻ തമ്പുരാൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പലരെയും ഞാൻ അതിനുവേണ്ടി ആലോചിച്ചു, പല ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തു, പലരെയും ഫോട്ടോഗ്രാഫ്സ് എടുത്തു. ആ സന്ദർഭത്തിലാണ് ഈ പെരുന്തച്ചൻ എന്ന് പറഞ്ഞ സിനിമ കാണാനിടയായത്. അപ്പോൾ അതിനകത്ത് 1-2 സീനിൽ ഒരു കക്ഷി ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചത് ആരാണ്? മനോജ് കെ ജയനാണ്, അതായത് ജയൻ്റെ മകൻ. ഓ, അന്ന് ഫോട്ടോ തന്നിട്ടുള്ള ആ കക്ഷിയാണെന്നുള്ളത് എൻ്റെ ഓർമ്മയിൽ വന്നു. ഞാൻ പോയി ആ ഫോട്ടോ ഒക്കെ നോക്കി. അപ്പോൾ ആ ഫോട്ടോ അന്ന് തന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ മനോജിനെ കുറിച്ചൊരു മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. കാരണം കുറച്ച് വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ അയാളുടെ മുഖത്തുണ്ടായിരുന്നു. മനോജ് വർഷം എത്ര കഴിഞ്ഞു, പിന്നെ അയ്യോ, സാക്ഷാൽ ഹരിഹരന് പോലും കുട്ടൻ തമ്പുരാനെ കൈവിടാറായിട്ടില്ല. എൻ്റെ ഞങ്ങൾക്ക് ഈ അഭിമുഖത്തിൽ ഹരിഹരൻ സാറിനെ കൊണ്ടുവരണം എന്നുള്ളൊരു വാശിയായിരുന്നു. അത് മനോജ് എന്ന നടനോട് ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു പ്രണാമത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ്. അദ്ദേഹം വന്ന് ഈ പരിപാടിയിൽ സംസാരിക്കുന്നില്ലെങ്കിൽ ഈ അഭിമുഖം മുഴുമിക്കാൻ കഴിയില്ല, ഞങ്ങൾക്കറിയാം. എനിക്ക് ഇതിന് സ്പെഷ്യൽ താങ്ക്സ് സാറിനോടാണ്. ഹരൻ സാർ ഇല്ലാതെ എൻ്റെ എന്ത് ഇൻ്റർവ്യൂ, ഞാൻ ആരുമല്ല. ഹരിഹരൻ സാറിൻ്റെ ഈ വലിയ ഗോൾഡൻ വേർഡ്സാണ്. അത് ഞാൻ തന്നെ മുമ്പ് പറഞ്ഞു, പെരുന്തച്ചൻ കണ്ടിട്ടാണ് ഇങ്ങനെ വിളിച്ചെന്നൊക്കെ. അത് സാർ അത് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞില്ലേ. എൻ്റെ അപ്പോഴേക്കും മൂപ്പറുടെ കയ്യിൽ മനോജിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അല്ല, അത് അച്ഛൻ പണ്ടെപ്പോഴോ കൊടുത്തിരുന്നു. പക്ഷെ അതൊക്കെ കണ്ട് സാറൊന്നും അതൊക്കെ ഫോട്ടോ കണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെ, പക്ഷേ ഈ പെരുന്തച്ചൻ കണ്ടപ്പോഴാണ് സാറിന് അങ്ങനെ തോന്നിയെന്ന് എഴുതിയിരുന്നു. അന്ന് മുട്ടയടിച്ച് വെറുതെ ആയില്ല മനോജ്. മുട്ടയടിച്ചത് ഇത്രയൊക്കെ സംഭവിക്കുന്ന കരുതി എന്ന് വിചാരിച്ചിട്ട് ഇനി വല്ല നടന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പോയി മുട്ടയടിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അത് മനോജ് കെ ജയൻ തല മുട്ടയടിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടാവുള്ളൂ. മനോജിൻ്റെ സൗഹൃദങ്ങൾ നമ്മൾ നേരത്തെ ഒന്ന് പരാമർശിച്ചു പോയൊരു കാര്യമാണ്. സിനിമാ വ്യവസായവുമായിട്ട് കുറച്ചൊക്കെ ബന്ധമുള്ള ആളാണ് ഞാൻ. പല ആൾക്കാരെ അറിയാം, മനോജിനെ പോലെ ആൾക്കാർ. അപ്പോൾ അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒറ്റയാനാവും ആണല്ലേ, അങ്ങനെയൊന്നും വഴങ്ങില്ല. എല്ലായിടത്തും ഉണ്ട്, എന്നാലില്ല. പാലക്കാട്ടൊരു പഴമൊഴിയുണ്ട്, മീൻ വെട്ടുമ്പോൾ പൂച്ച നിൽക്കുന്ന പോലെയാണ്. പൂച്ച ഉണ്ടോയെന്ന് നോക്കിയാൽ ഇല്ല, ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. അതാണ് മനോജ് കെ ജയൻ. അതെ, സിനിമാ സെറ്റുകളിൽ വളരെ സജീവമാണ്. എല്ലാവരും നല്ല സൗഹൃദമാണ്. തമാശ, പൊട്ടിച്ചിരി, ആഹ്ലാദം എല്ലാം ഉണ്ട്. കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനോജില്ല. കറക്റ്റ്, ശരിയാണ് മനോജ്. ഞാനിപ്പോൾ മനോജിൻ്റെ മനസ്സിങ്ങനെ എക്സ്റേ ചെയ്യുകയാണ്. അല്ലാതെ മനഃപൂർവ്വമല്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം. ഇവരെയൊക്കെ ഒന്ന് സൂചിപ്പിച്ച് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിച്ച് ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് പോകുന്ന ആളല്ല. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെതായ ലോകം വേറെ ഉണ്ട്. എന്താ ലോകം മനോജ്? അതോ എനിക്ക് കൂടുതലും പാട്ട് കേൾക്കുക, അല്ല ഒറ്റയ്ക്ക് കൂടുതൽ ചിന്തിക്കുക, കൂടുതൽ സ്വപ്നം കാണുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. സ്വപ്നം കാഴ്ച മെയിൻ പരിപാടിയാണ്. അതിപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു. കുറേ കാലം പേടി സ്വപ്നങ്ങൾ കണ്ടു. പേടി സ്വപ്നങ്ങളുണ്ടായിരുന്നു. രാത്രിയിൽ സ്വപ്നം കണ്ടിട്ട് നിലവിളിച്ച് എഴുന്നേറ്റുണ്ടോ? അങ്ങനെയൊന്നുമില്ല.